ഹലോ എവ്രി വൺ, വെൽക്കം വ്യാപാർ ബില്ലിംഗ് സൊല്യൂഷൻസ്. നമുക്ക് ഇന്ന് വ്യാപാർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ ഓൺലൈനായി ഇൻസ്റ്റാൾ ചെയ്യാമെന്നും വ്യാപാർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ എങ്ങനെ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാമെന്നും റിപ്പോർട്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും നോക്കാം. അതിനായി ആദ്യം വ്യാപാർ app.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വ്യാപാറിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. ഇതിൽ ഡൗൺലോഡ് ഫോർ ഡെസ്ക്ടോപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയതിനു ശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പണായി വരിക. ഇതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴത്ത് റെഫറൽ കോഡ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ റെഫറൽ കോഡായ 91XG5 എന്ന കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സാമ്പിൾ ബില്ല് അടിച്ചു നോക്കാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതുപോലൊരു സ്ക്രീൻ ആവും കാണുക. നിങ്ങളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതിനായി മൈ കമ്പനി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബിസിനസ് നെയിം എന്നയിടത്ത് കമ്പനിയുടെ പേര്, ഡിസ്ക്രിപ്ഷൻ എന്നയിടത്ത് നിങ്ങളുടെ ബിസിനസ് സ്ലോഗൻ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ലെഫ്റ്റ് സൈഡിലെ ആഡ് ലോഗോ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലോഗോ ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യുന്നതിനായി മോർ ഇൻഫർമേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇനി പാർട്ടീസ് ആൻഡ് ഐറ്റംസ് ആഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ബിസിനസ്സിൻ്റെതായ കുറച്ച് സെറ്റിംഗ്സുകൾ മാറ്റുവാനുണ്ട്. അതിനായി ലെഫ്റ്റ് മെനുവിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജനറൽ സെറ്റിംഗിൽ നിന്നും പൊതുവായ സെറ്റിംഗ്സ് എനേബിൾ ആൻഡ് ഡിസേബിൾ ചെയ്യാം. അടുത്തതായി ട്രാൻസാക്ഷൻ സെറ്റിംഗ്സ്. അതിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷനായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ഓപ്റ്റ് ചെയ്യാം. ഉദാഹരണമായി ഇ-വേ ബിൽ നമ്പർ ആഡ് ചെയ്യാനുള്ള കോളം വേണമോ, പ്രിന്റ് എന്നതിൽ പ്രിന്റുമായി ബന്ധപ്പെട്ട സെറ്റിങ്ങുകൾ, അതായത് ഏതുതരം പ്രിന്ററാണ് യൂസ് ചെയ്യുന്നത്, പേപ്പറിന്റെ സൈസ്, അതുപോലെ ബില്ലിന്റെ ഡിസൈൻ എന്നിവ. ആൻഡ് GST എന്ന മെനുവിൽ നിന്ന് GST എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ, അതേപോലെ റെഗുലർ രജിസ്ട്രേഷൻ ആണോ കോമ്പൗണ്ട് സ്കീമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ട്രാൻസാക്ഷൻ മെസ്സേജ്. ഇതിൽ നമുക്ക് നമ്മൾ ബിൽ സേവ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് മെസ്സേജ് പോകുന്നത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് വഴി കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കായി ബിൽ സേവ് ചെയ്യുമ്പോൾ തന്നെ ബിൽ സെൻഡ് ആകുവാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ കഴിയും. ഐറ്റം സെറ്റിംഗ്സ്. ബിസിനസിന്റെ ഐറ്റവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ്, അതായത് ഐറ്റത്തിന് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ഐറ്റം ബാച്ച് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ബാച്ച് നമ്പർ വെച്ചിട്ടാണോ, മോഡൽ നമ്പർ വെച്ചിട്ടാണോ, IEMI നമ്പർ വെച്ചിട്ടാണോ എന്നിങ്ങനെ ഐറ്റവുമായി ബന്ധപ്പെട്ട സെറ്റിങ്ങുകൾ ചെയ്യാൻ കഴിയും. സർവീസ് റിമൈൻഡർ എന്ന മെനുവിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് ഓട്ടോമാറ്റിക്കായി സർവീസ് റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാൻ കഴിയും. വരൂ, ഇനി നമുക്ക് വ്യാപാറിൽ എങ്ങനെ നിങ്ങളുടെ ബിസിനസിന്റെ ഐറ്റംസ് ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഐറ്റം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഐറ്റം നെയിം, HSN കോഡ്, ഐറ്റം കാറ്റഗറി, ഐറ്റം കോഡ് എന്നിവ ആഡ് ചെയ്യുക. ഇതിൽ വളരെയേറെ പ്രധാനമുള്ള ഒരു ഓപ്ഷനാണ് ഐറ്റം കോഡ്. കാരണം ഐറ്റം കോഡിന്റെ ബേസിലാണ് ഐറ്റം ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ സ്റ്റോർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഐറ്റം ഇമേജും ഐറ്റം ഡിസ്ക്രിപ്ഷനും ഫീഡ് ചെയ്യേണ്ടതുണ്ട്.
ഇനി MRP, സെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ്, പർച്ചേസ് പ്രൈസ്, ടാക്സ് റേറ്റ് എന്നിവ കൊടുത്ത് ഐറ്റം സേവ് ചെയ്യാൻ കഴിയും. ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിനിമം ക്വാണ്ടിറ്റി കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. അതായത് എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുമ്പോഴാണ് ഹോൾസെയിൽ പ്രൈസ് എനേബിൾ ആവേണ്ടത് എന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ഐറ്റത്തിൻ്റെ റെഗുലർ പ്രൈസ് 100 രൂപയും 10 കൂടുതൽ എടുക്കുമ്പോൾ 90 രൂപയും ആണെങ്കിൽ ഹോൾസെയിൽ ക്വാണ്ടിറ്റി 10 കൊടുക്കുക. അപ്പോൾ 10 കൂടുതലോ ഐറ്റം സെയിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി 90 എന്ന പ്രൈസ് വന്നോളൂ. ഇനി ഐറ്റത്തിൻ്റെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബാച്ച് ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബാച്ച് എന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതല്ല, പുതിയ ഒരു ഐറ്റം ആഡ് ചെയ്യാനായി സേവ് ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കോളത്തിൽ ഇതുപോലെ നമ്മുടെ ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ചെയ്യപ്പെടും. അതിന് നേരെ എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ടെന്നതും കാണാൻ കഴിയും. ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താൽ ഈ കോളത്തിൽ ഈ ഐറ്റവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളെല്ലാം കാണാൻ കഴിയും. വ്യാപാരിൽ എക്സലിൽ നിന്നും ഐറ്റംസ് ബൾക്കായി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് യൂട്ടിലിറ്റി മെനുവിൽ അവൈലബിൾ ആണ്. പാർട്ടീസ് ആഡ് ചെയ്യുവാനായി പാർട്ടി എന്ന മെനുവിൽ നിന്ന് ആഡ് പാർട്ടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പാർട്ടി നെയിം, GST നമ്പർ, പാർട്ടി ഫോൺ നമ്പർ എന്നിവ കൊടുക്കുക. GST നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ലിങ്ക് അഡ്രസ് അപ്ലോഡ് ആവുന്നതാണ്. എനേബിൾ ഷിപ്പിംഗ് അഡ്രസ് ക്ലിക്ക് ചെയ്ത് ഷിപ്പിംഗ് അഡ്രസ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് പാർട്ടിക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. സേവ് ബട്ടൺ അമർത്തി സേവ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത പാർട്ടി ക്രിയേറ്റ് ചെയ്യുവാൻ സേവ് ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാർട്ടി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഈ കോളത്തിൽ നമുക്ക് നമ്മുടെ പാർട്ടികളുടെ ലിസ്റ്റ് കാണാം. പേരിന് നേരെ തന്നെ പാർട്ടിയുടെ ബാലൻസും കാണാൻ കഴിയും. നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ് ആണെങ്കിൽ റെഡ് കളറിലും നമുക്ക് കിട്ടാനുള്ള ബാലൻസ് ആണെങ്കിൽ ഗ്രീൻ കളറിലും ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഒരു പാർട്ടി നെയിം ക്ലിക്ക് ചെയ്താൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളെല്ലാം ഡീറ്റെയിൽസ് കോളത്തിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് എങ്ങനെ സെയിൽസ് എൻ്റർ ചെയ്ത ഒരു ബിൽ പ്രിന്റ് എടുക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ഹോം പേജിലെ ആഡ് സെയിൽ എന്ന ഈ റെഡ് ബട്ടൺ, അതല്ലെങ്കിൽ ലെഫ്റ്റ് മെനുവിലെ സെയിൽ എന്ന ബട്ടണിലെ ആഡ് സെയിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ആദ്യം വാങ്ങുന്ന പാർട്ടിയുടെ പേര് എൻ്റർ ചെയ്യാം. അതുപോലെ ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പാർട്ടി ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. ഇനി നമുക്ക് ഇൻവോയ്സ് നമ്പർ നോക്കാം. ഡീഫോൾട്ടായി 12 എന്ന നമ്പറിലായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് വേറൊരു നമ്പറിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ മാനുവലായി നമ്പർ അവിടെ ആഡ് ചെയ്താൽ മതിയാകും. ഇനി ഐറ്റം സെലക്ട് ചെയ്യുക. അതിനായി ഐറ്റത്തിൻ്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിൻ്റെ ലിസ്റ്റ് താഴെ കാണാം. അതിൽ നിന്നും നമ്മുടെ ഐറ്റത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്തോ ഐറ്റം കോഡ് ടൈപ്പ് ചെയ്തോ ബാർകോഡ് ഉപയോഗിച്ചോ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ഐറ്റം നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട ഐറ്റം ലിസ്റ്റിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് വന്നോളൂ. ഐറ്റം സെലക്ട് ചെയ്തതിനു ശേഷം ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡിസ്കൗണ്ട് കോളത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു ഐറ്റത്തിന് 5% ആണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് താഴത്ത് 5 എന്ന് കൊടുത്താൽ മതി. അതല്ല, ഒരു ഐറ്റം തന്നെ നമ്മൾ ഒരു 10 രൂപ ആണെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് അവിടെ 10 എന്ന് കൊടുത്താൽ മതിയാവും. അതിനുശേഷം അടുത്ത ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് താഴെ വന്നിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് ടൈപ്പ് എങ്ങനെയാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം.
ക്യാഷ് ആണോ അതല്ല ഗൂഗിൾ പേ, അക്കൗണ്ട് ട്രാൻസ്ഫർ എങ്ങനെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്രയാണ് എമൗണ്ട് എന്നത് എൻ്റർ ചെയ്തതിന് ശേഷം ഷെയർ അല്ലെങ്കിൽ പ്രിന്റ് കൊടുക്കുക. നമുക്കിവിടെ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബില്ല് വാട്സപ്പ് ആയോ മെയിലായോ PDF ആയോ കൊടുക്കാവുന്നതാണ്. നമ്മൾ പ്രിന്റ് അല്ലെങ്കിൽ സേവ് കൊടുത്താൽ ബില്ല് ഓട്ടോമാറ്റിക്കായി സേവ് ആവുകയും അതുപോലെ സെയിലായ ഐറ്റംസ് ഇൻവെന്ററിയിൽ നിന്ന് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ സെയിൽസിൽ നമുക്ക് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുവാനും ക്രെഡിറ്റ് സെയിൽസിന്റെ പേയ്മെന്റ് റെസിപ്റ്റ് ആഡ് ചെയ്യുവാനും അതുപോലെ തന്നെ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുവാനും ഡെലിവറി ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുവാനും സെയിൽസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുവാനും ഓപ്ഷൻസ് ഉണ്ട്. അടുത്തതായി പർച്ചേസ് ആഡ് ചെയ്യുവാൻ ഹോം പേജിലെ ആഡ് പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പർച്ചേസ് എന്ന ഓപ്ഷനിൽ നിന്ന് ആഡ് പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ആഡ് ചെയ്യുന്നതിനായി ആദ്യമായി പാർട്ടി സെലക്ട് ചെയ്യുക, പർച്ചേസ് നമ്പർ ആഡ് ചെയ്യുക, പർച്ചേസ് ഡേറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ നമ്മുടെ പർച്ചേസ് സിസ്റ്റത്തിൽ സേവ് ആവുകയും ഇൻവെന്ററിയിൽ ആഡ് ആവുകയും ചെയ്യും. അടുത്തതായി ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബിസിനസ്സിന്റെ ഏറ്റവും പാടുള്ളതുമായ ഭാഗമാണ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേഷൻ. വ്യാപാരിൽ ഇത് വളരെ ഈസിയായി തന്നെ ചെയ്യുവാൻ കഴിയും. അതിനായി റിപ്പോർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് സെയിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുവാനായി സെയിൽ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് റിപ്പോർട്ട് എക്സലിലോ അതല്ലെങ്കിൽ പ്രിന്റ് ആയിട്ടോ PDF-ലോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ GST ഫയൽ ചെയ്യുവാൻ ആവശ്യമായ GSTR1, GSTR2, 3B, GSTR9 എന്നിവയും JSON ഫയലായോ എക്സൽ ഫയലായോ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇൻവെന്ററി റിപ്പോർട്ടുകളായ സ്റ്റോക്ക് സമ്മറി, ലോ സ്റ്റോക്ക് സമ്മറി, സ്റ്റോക്ക് ഡീറ്റെയിൽസ്, ഐറ്റം ഡീറ്റെയിൽസ് എന്നിവയും എടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ബിസിനസ്സിൻ്റെതായ മറ്റ് എക്സ്പെൻസുകളും അതുപോലെ തന്നെ അതർ ഇൻകം ആഡ് ചെയ്യുവാനും അതിൻ്റെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുവാനും കഴിയും. അതുപോലുള്ള റിപ്പോർട്ടുകൾ വേഗത്തിൽ എടുക്കുവാനും അതുവഴി നിങ്ങളുടെ ബിസിനസ് എളുപ്പമാക്കുവാനും വ്യാപാർ നിങ്ങളെ സഹായിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന്റെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കുവാനും കഴിയും. വ്യാപാർ നിങ്ങളുടെ ബിസിനസ് മാനേജ്മെന്റ് വളരെ ലളിതമാക്കുന്നു. കൂടാതെ നിങ്ങളുടെ സമയവും വളരെയധികം ലാഭിക്കാൻ സാധിക്കുന്നു. ബിസിനസ്സിനായി വ്യാപാർ മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.